ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ നമ്മൾ പ്രീവിയസ് സെഷനിൽ എന്താ ഡിസ്കസ് ചെയ്തു പോയത്? നമ്മൾ ഓരോ സമതലങ്ങൾ എങ്ങനെയൊക്കെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് പലതരത്തിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടായത്, അല്ലെ രൂപീകരണ പ്രക്രിയകൾ ഉണ്ടായതെന്നും എങ്ങനെയാണ് പലതരത്തിലുള്ള സമതലങ്ങൾ രൂപപ്പെട്ടതും എന്നാണ് നമ്മൾ പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമതലങ്ങൾ അല്ലെ, ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര സമതലങ്ങൾ എങ്ങനെയാണ് ഓരോ റിവേഴ്സും ഇങ്ങനെയുള്ള ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി ചെയ്തിട്ട് പല സമതലങ്ങളായിട്ട് രൂപം കൊണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 4 റീജിയണൽ ഡിവിഷൻസ്, 4 പ്രാദേശിക വിഭാഗങ്ങളെ കുറിച്ചാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ജോഗ്രഫിക്കലി this plane can be considered as a single physiographic unit. അപ്പോൾ നമ്മൾ എന്താണ്, ഭൂമിശാസ്ത്രപരമായിട്ട് ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായിട്ടാണ് നമ്മൾ ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനെ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോഴോ ബേസ്ഡ് ഓൺ ദ റിവർ സിസ്റ്റം. പക്ഷെ നമ്മൾ ഇതിനെ ഒന്നായിട്ട് കണ്ടിട്ടുള്ളതെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ട് ഈ ഒരു ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനിനെ നമ്മൾ ഒരാളായിട്ട്, ഒരു ഫാമിലി ആയിട്ട് കാണുന്നെങ്കിലും പല റിവേഴ്സാണ് പല സമതലങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിനെ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റുമോ? ഇല്ല. പല നദികൾ അതിൻ്റെ ഇതിൽ ഒഴുകുമ്പോൾ ആണ് ഓരോ സമതലങ്ങൾ രൂപീകരണം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പല ഡിവിഷൻസ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ, ബേസ്ഡ് ഓൺ ദീസ് റിവർ സിസ്റ്റം. Okay, the direction of the flow of rivers and topographical features can be divided into 4 regional divisions. 4 ഡിവിഷൻസ് ആയിട്ട് അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഏതൊക്കെ റിവേഴ്സ് ആണ് ആ സമതലങ്ങളിൽ ഒഴുകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നദികളുടെ ഒഴുക്കിന്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കി അതിവിസ്തൃതമായ ഈ സമതലത്തെ നമ്മൾ 4 പ്രാദേശിക വിഭാഗങ്ങളാക്കി തരംതിരിക്കാൻ പോവുകയാണ്. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ പ്ലെയിൻസ്? ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനെ നമ്മൾ 4 പ്ലെയിൻസ് ആയിട്ട്, 4 സമതലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ മക്കളെ, രാജസ്ഥാൻ പ്ലെയിൻ അല്ലെ, രാജസ്ഥാൻ സമതലം. ഓക്കെ, വാട്ട് അബൌട്ട് സെക്കൻഡ് വൺ? സെക്കൻഡ് സമതലമാണ്, സെക്കൻഡ് പ്ലെയിൻ ആണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ അല്ലെ, പഞ്ചാബ് ഹരിയാന സമതലം. ആൻഡ് തേർഡ് വൺ ഇറ്റ് ഈസ് ഗംഗ പ്ലെയിൻ, ഗംഗ സമതലം. ലാസ്റ്റ് വൺ ബ്രഹ്മപുത്ര പ്ലെയിൻ, ഇറ്റ് ഈസ് ബ്രഹ്മപുത്ര സമതലം. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു 4 സമതലങ്ങൾ, പ്ലെയിൻസ് എന്ന് മക്കൾ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞേ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ രാജസ്ഥാൻ പ്ലെയിൻ അല്ലെ, സെക്കൻഡ് വൺ പഞ്ചാബ് ഹരിയാന സമതലം, ആൻഡ് തേർഡ് വൺ ഗംഗാ സമതലം, ആൻഡ് ലാസ്റ്റ് വൺ ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലെ. ഓക്കെ, അപ്പോ അതിന്റെ സവിശേഷതകൾ, ഓരോ സമതലങ്ങളുടെയും, ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോ സമതലങ്ങളുടെയും സവിശേഷതകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതാണ് നെക്സ്റ്റ്. അപ്പോൾ ഈ ഒരു മാപ്പിൽ നമ്മൾ കാണുന്നത് ഓരോ പ്ലെയിനിലും ഏതൊക്കെ നദികളാണ് ഒഴുകുന്നത് എന്നാണ്. അപ്പോ ഫസ്റ്റ് ഇതാ നോക്കിക്കേ, നദികൾ ബ്രഹ്മപുത്ര സമതലത്തിൽ ഒഴുകുന്നത് ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, ദിബാംഗ് അല്ലെ, ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒഴുകുന്ന റിവേഴ്സ്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ ഒരു ബ്രഹ്മപുത്ര സമതലത്തിന് സപ്പോർട്ട് ചെയ്യുന്ന റിവേഴ്സ് എന്ന് പറയുന്നത്, ആ ഒരു റിവേഴ്സ് ആണ് ഇവിടെ നിക്ഷേപണ പ്രക്രിയ നടത്തിയിട്ട് ഇവിടെ സമതലം, ബ്രഹ്മപുത്ര സമതലം രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ ഏതൊക്കെ റിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് ബ്രഹ്മപുത്ര സമതലം രൂപീകരിക്കാൻ വേണ്ടിയിട്ട്? ഫസ്റ്റ് വൺ ടിയാസ്റ്റ, സെക്കൻഡ് വൺ മാനസ്, തേർഡ് വൺ ദിബാംഗ്, ഫോർത്ത് വൺ ലോഹിത്. ഓക്കെ, അപ്പോൾ ടിയാസ്റ്റ, മാനസ്, ഓക്കെ, ബ്രഹ്മപുത്രന്റെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗംഗാ സമതലം അല്ലെ. ഗംഗാ സമതലം എന്ന് പറയുന്നത് എവിടെയായിട്ടാണ്? അപ്പൊ ഗംഗാ സമതലത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗംഗാ സമതലം എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രീൻ പാർട്ട് അല്ലെ, കാലി, അതുപോലെ തന്നെ കെൻ, ബെത്വ, സിന്ധ്, അതൊക്കെ അല്ലെ, യമുന, ഇതൊക്കെ എന്തിലാ വരിക? ഗംഗാ സമതലത്തിലാണ്. പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എന്ന് പറയുന്നത് എവിടെയാണ്? സത്ലജ്, ബീസ്, രവി. ഓക്കെ, രാജസ്ഥാൻ സമതലം എന്ന് പറയുമ്പോൾ
ഈ ഒരു റീജിയനിലെ ലൂനി എന്ന് പറയുന്നതൊക്കെ രാജസ്ഥാനിൽ വരും. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു പ്ലെയിൻസിനെ, ഈ സമതലങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നദികൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ് ഫസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള രാജസ്ഥാൻ സമതലത്തെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രാജസ്ഥാൻ സമതലത്തെ അല്ലെ രാജസ്ഥാൻ പ്ലെയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, രാജസ്ഥാൻ പ്ലെയിൻ വിച്ച് ഇൻക്ലൂഡ്സ് താർ ഡെസേർട്ട്, താർ മരുഭൂമി അല്ലെ, നമ്മുടെ ഈ ഒരു വേൾഡ്സ് അത്രയും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ട് എന്ന് പറയുന്നത് ഏതാണ്? താർ മരുഭൂമിയാണ് അല്ലെ. അത് എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്, ഇന്ത്യയിലെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. അധികം കൂടുതൽ മൺസൂൺ റെയിൻ ഒന്നും കിട്ടാത്തത് മൂലം അത് മരുഭൂമിയായി തീരുകയാണ് ഉണ്ടായത് അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമതലം എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്? വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വെസ്റ്റേൺ മോസ്റ്റ് എൻഡിലാണ് നമ്മുടെ രാജസ്ഥാൻ സമതലം നിലനിൽക്കുന്നത് അല്ലെ. താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റത്താണ് അത് നിലനിൽക്കുന്നത് എന്ന് മക്കൾ മനസ്സിലാക്കണം. പിന്നെയോ ദ താർ ഡെസേർട്ട് ഇസ് സിറ്റുവേറ്റഡ് ഇൻ രാജസ്ഥാൻ. മക്കൾക്ക് അറിയാലേ ഈ ഒരു താർ മരുഭൂമി എന്ന് പറയുന്നത് എവിടെയാണ് നിലനിൽക്കുന്നത്? രാജസ്ഥാനിലാണ്. അപ്പോ ഇതിന്റെ റിമൈനിങ് പോർഷൻ, ഈ ഒരു താർ ഡെസേർട്ടിന്റെ റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ദ നൈബറിംഗ് സ്റ്റേറ്റ്സ് ഓഫ് ഹരിയാന, പഞ്ചാബ് ആൻഡ് ഗുജറാത്ത് അല്ലെ. ഹരിയാന, പഞ്ചാബ്, ഗുജറാത്തിലാണ് ആ ഒരു മരുഭൂമിയുടെ ബാക്കിയുള്ള ഭാഗങ്ങള് നിലനിൽക്കുന്നത്. ഇത്തരം സ്റ്റേറ്റിലാണെന്ന് മനസ്സിലാക്കുക അല്ലെ. താർ മരുഭൂമിയുടെ 2 ഭാഗം രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലാണ് ഈ ഒരു സമതലം അല്ലെ, ഈ ഒരു മരുഭൂമി, താർ മരുഭൂമിന്റെ ഇത് നിലനിൽക്കുന്നത് എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ രാജസ്ഥാൻ സമതലത്തിന്റെ സവിശേഷതകൾ ചോദിച്ച ഏതൊക്കെയാണ് മക്കൾ പറയേണ്ടത്? ഇറ്റ് ഈസ് ഇൻക്ലൂഡ്സ് ദ താർ ഡെസേർട്ട് എക്സിസ്റ്റ് ഇൻ വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെ. ഇത് രാജസ്ഥാൻ സമതലം എന്ന് പറയുമ്പോൾ താർ മരുഭൂമിയും ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഇത് പടിഞ്ഞാറേ അറ്റത്ത്, ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സമതലമാണ് രാജസ്ഥാൻ സമതലം എന്നും താർ മരുഭൂമിയുടെ 2 ഭാഗം രാജസ്ഥാനിലാണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണെന്ന് ചോദിച്ച ഏതൊക്കെ സംസ്ഥാനങ്ങളാ മക്കൾ പറയാ? ഹരിയാന, പഞ്ചാബ് ആൻഡ് ഗുജറാത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് രാജസ്ഥാൻ ബാഗർ. എന്താണ് രാജസ്ഥാൻ ബാഗർ? മരുസ്ഥലി എന്ന് പറയുന്ന ടേം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, the Thar desert is further divided into 2 significant regions. ഈ ഒരു താർ മരുഭൂമി 2 വ്യത്യസ്ത പ്രദേശങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ഡിവിഷൻസ് എന്ന് നമുക്ക് നോക്കിയാലോ. അതിനെ ആക്ച്വൽ ഡെസേർട്ട് ഏരിയ, മരുസ്ഥലി എന്നൊരു ടേം വെച്ച് പറയുന്നുണ്ട് അല്ലെ. അതിന് നമ്മൾ ഡെസേർട്ട് പ്രോപ്പർ എന്നാണ് പറയാ. ആൻഡ് സെമി എറിഡ് പ്ലെയിൻസ്, വേറെ ഭാഗത്തെ നമ്മൾ സെമി എറിഡ് പ്ലെയിൻ എന്നാണ് താർ മരുഭൂമിയുടെ മറ്റൊരു ഭാഗത്തെ വിളിക്കുന്നത്. ഓക്കെ, അതിന് പറയുന്ന പേരാണ് രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്ന ടേം. അപ്പൊ നമ്മൾ പറഞ്ഞു താർ മരുഭൂമി 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ മരുഭൂമി മേഖലയെ നമ്മൾ മരുസ്ഥലി എന്നുള്ള പേര് വെച്ചിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു താർ മരുഭൂമി മേഖലയെ നമ്മൾ അർദ്ധ മരുഭൂമി മേഖല എന്നാണ് വിശേഷിപ്പിക്കാറ് അല്ലെ. ആ ഒരു മേഖലയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പോ ഇങ്ങനെയാണ് താർ മരുഭൂമി 2 മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയിക്കൂടെ? ഓക്കെ, ഇനി ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ്, ആരവല്ലി പർവ്വത നിരയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്ത് റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ രാജസ്ഥാൻ പ്ലെയിനും ആരവല്ലി പർവ്വത നിരയും തമ്മിലുള്ളത് എന്ന് നോക്കിയാലോ. ഓക്കെ, the Rajasthan plain is situated to the west of ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച്. ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് ബന്ധമെന്ന്? ഈ ഒരു ആരവല്ലി പർവ്വത നിരയുടെ പടിഞ്ഞാറാണ് ഏത് സമതലം സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പിന്നെയോ മറ്റൊരു സവിശേഷത നോക്കിയാലോ.
എ സിഗ്നിഫിക്കന്റ് റിവർ ഇൻ ദിസ് പ്ലെയിൻ. ഈ ഒരു രാജസ്ഥാൻ സമതലത്തിലുള്ള പ്രസിദ്ധമായ നദി എന്ന് പറയുന്നത് ഏത് നദിയാണ്? ലൂനിയാണ് അല്ലെ. ഇതാണ് കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂനി ഈ സമതലത്തിലെ പ്രധാന നദിയാണ് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? there are numerous salt lakes in രാജസ്ഥാൻ പ്ലെയിൻ. ഈ ഒരു രാജസ്ഥാൻ സമതലത്തിൽ കുറെ ഉപ്പ് തടാകങ്ങൾ ഉണ്ട് കേട്ടോ. ചില ഉപ്പ് തടാകങ്ങളെ പേര് പറയാൻ പറഞ്ഞ മക്കളെ ഏതൊക്കെയാ പറയാ? ഇറ്റ് ഈസ് സം ഓഫ് ദി മേജർ സോൾട്ട് ലേക്സ് എന്ന് പറയുന്നത് സാംബർ, ഡിഡ്വാന ആൻഡ് സർഗോൾ അല്ലെ. സാംബർ അല്ലെ ഉപ്പ് തടാകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? രാജസ്ഥാൻ സമതലത്തിലുള്ള ഉപ്പ് തടാകങ്ങൾ സാംബർ, ദിദ്വാന, സർഗോൾ എന്നത് ഈ ഒരു സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ്? നമ്മൾ ആരവല്ലി മൗണ്ടൻ റേഞ്ചും രാജസ്ഥാൻ പ്ലെയിനുമുള്ള റിലേഷൻഷിപ്പ് ചോദിക്കുമ്പോൾ എന്താ പറയാ? ഇറ്റ് ഈസ് ദിസ് പ്ലെയിൻ, രാജസ്ഥാൻ പ്ലെയിൻ ഇസ് ലൊക്കേറ്റഡ് ടു ദി വെസ്റ്റ് ഓഫ് ദിസ് ആരവല്ലി മൗണ്ടൻ റേഞ്ച് അല്ലെ. ഈ ഒരു ആരവല്ലി മൗണ്ടൻ റേഞ്ചിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമതലമാണ് രാജസ്ഥാൻ സമതലം. ഓക്കെ, അപ്പൊ ഈ രാജസ്ഥാൻ സമതലത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാന നദിയുടെ പേര് നമ്മൾ പറഞ്ഞു. ഏതാണ് ആ നദിയുടെ പേര്? ലൂനി എന്നാണ് അല്ലെ. അപ്പോ പിന്നെ ഈ ഒരു നദി അല്ലാതെ രാജസ്ഥാൻ സംസ്ഥാനത്ത് കുറെ ഉപ്പ് തടാകങ്ങൾ ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ് ആ ഒരു ഉപ്പ് തടാകങ്ങൾ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സാംബർ, ദിദ്വാന ആൻഡ് സർഗോൾ. ഓക്കെ, ഇതാണ് ഉപ്പ് തടാകങ്ങൾ, രാജസ്ഥാൻ സമതലത്തിലുള്ള ഉപ്പ് തടാകങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അനദർ ടൈപ്പ് ഓഫ് പ്ലെയിൻ എന്ന് പറയുന്ന സമതലം എന്ന് പറയുന്നത് ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തു രാജസ്ഥാനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തു താർ ഡെസേർട്ട് അല്ലെ. താർ ഡെസേർട്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, സെമി ആരിഡ് റീജിയൻ ആയിട്ടും ഡെസേർട്ട് പ്രോപ്പർ റീജിയൻ ആയിട്ടും. ഈ ഒരു സെമി ആരിഡ് റീജിയനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിച്ചത്? രാജസ്ഥാൻ ബാഘർ എന്ന് പറയുന്ന പേരിട്ട് വിളിച്ചത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഞ്ചാബ് ഹരിയാന സമതലത്തെ കുറിച്ചാണ്. ഓക്കെ ഓക്കെ As you move from Rajasthan plain towards east and northeast, you can see northern plains is gradually transforming into a fertile plain. അല്ലെ, രാജസ്ഥാൻ സമതലത്തിൽ നിന്ന് കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഒരു ഫലഭൂഷ്ടമായ ഒരു സമതലമായി മാറുവാൻ പോവുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പൊ അങ്ങനെ ഫോം ചെയ്ത ഒരു സമതലമാണ് ഏത് മക്കളെ? The Punjab Haryana plain that is situated to the east and northeast of Rajasthan plain. ഈ ഒരു രാജസ്ഥാൻ സമതലത്തിന്റെ അല്ലെ കിഴക്കും വടക്ക് കിഴക്കുമായും വ്യാപിച്ചു കിടക്കുന്ന സമതലത്തിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. അപ്പോ രാജസ്ഥാൻ സമതലവുമായിട്ട് എന്ത് ബന്ധമാണ് ഈ ഒരു പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ മക്കൾ എന്ത് പറയണം? ഇറ്റ് ഈസ് the Punjab Haryana plain is situated to the east and northeast of Rajasthan plain അല്ലേ. എന്താണ് പറയേണ്ടത്? രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് കിഴക്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് സ്ഥിതി ചെയ്യുന്ന സമതലമാണ് ഏത് മക്കളെ? പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. ഓക്കെ, ഇനി ഈ ഒരു സമതലം രൂപീകരിക്കപ്പെടാൻ കാരണം ഏത് നദിയുടെ നിക്ഷേപണ പ്രക്രിയ മൂലമാണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ രൂപീകരിക്കപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ മക്കൾ ഏത് പറയും? ഇറ്റ് ഈസ് ദിസ് പ്ലെയിൻ ഇസ് ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആൻഡ് എക്സ്റ്റെൻഡ്സ് അപ് ടു യമുന റിവർ. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്? ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണിത്. ഏത്? ഈ ഒരു സമതലം പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഒരു സമതലം രൂപീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇത് നമ്മുടെ യമുന തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലമാണ് ഏത്? പഞ്ചാബ് ഹരിയാന സമതലം. In India, this plain is extends over the states of ഇന്ത്യയില് ഈ ഒരു സമതലത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് അതിന്റെ എക്സ്പാൻസീവ് പ്ലെയിൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ലൈക്ക് സ്റ്റേറ്റ്സ് ലൈക്ക് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്. ഓക്കെ, എത്ര ഏരിയ ആണ് ഇന്ത്യയിൽ അത് കവറപ്പ് ചെയ്തത് ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ? It is approximately 1.75 lakh square kilometer
ആണ് കവർ ചെയ്തത്. ഇത് എങ്ങോട്ടാണ് ഇതിന്റെ ഒരു ചെരിവ് എന്ന് പറയുന്നത്? ഈ ഒരു സമതലത്തിന്റെ ഇറ്റ് ഈസ് ടുവേർഡ്സ് ദി വെസ്റ്റ്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര് യമുന നദിയിലാണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ഇന്ത്യയിൽ ഈ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന സമതലത്തെയാണ് നമ്മൾ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് പറയുന്നത്? ഉത്തരേന്ത്യൻ സമതലവുമായിട്ട് ഈ ഒരു പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഒരു ബന്ധമുണ്ട്. അതെന്താണ്? ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു പ്ലെയിൻ ഇല്ലേ. അതുപോലെ തന്നെ യമുന നദിയുമായിട്ട് ഇതിനൊരു ലിങ്ക് ഉണ്ട്. യമുന നദിയുടെ നിക്ഷേപണ പ്രക്രിയ മൂലമാണ് ഈ ഒരു പ്ലെയിന് എക്സിസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ ഒരു സമതലം വ്യാപിച്ചു കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെയാ മക്കൾ പറയാ? ഇറ്റ് ഈസ് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര വിസ്തൃതിയിലാണ് ഈ ഒരു സമതലം വ്യാപിച്ചു കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എത്രയാണ് മക്കള് പറയാ? ഇറ്റ് ഈസ് 1.75 lakh സ്ക്വയർ കിലോമീറ്റർ അല്ലെ. അതാണ് ഈ സമതലത്തിന്റെ വ്യാപ്തി എന്ന് പറയുമ്പോ 1.25 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. The Punjab Plain, a significant part of this region, is primarily formed by the deposition of rivers carried by rivers such as Satluj, Jhelum, Chenab, Ravi and Beas. അപ്പോൾ ഏതൊക്കെ നദികളുടെ നിക്ഷേപണ പ്രക്രിയ മൂലമാണ് ഈ ഒരു സമതലം രൂപീകരിക്കപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെ നദികളെ പേരാണ് മക്കൾ പറയേണ്ടത്? ഇറ്റ് ഈസ് സത്ലജ്, ഝീലം, ചിനാബ്, രവി ആൻഡ് ബീസ് അല്ലെ. പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാന ഭാഗമായിട്ടുള്ള പഞ്ചാബ് സമതലം അല്ലെ, മുഖ്യമായും സത്ലജ്, ഝീലം, ചിനാബ് ആൻഡ് ബീസ് എന്നീ നദികൾ വഹിച്ചുകൊണ്ട് നിക്ഷേപിക്കപ്പെട്ട ഒരു സമതലത്തെയാണ് നമ്മൾ പഞ്ചാബ് സമതലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം തന്നെ അറിയപ്പെടുന്നത് എത്ര നദിയിലാണ്? ലാൻഡ് ഓഫ് 5 rivers എന്നാണ്. പഞ്ചാബ് ഇസ് എറ്റിമോളജിക്കലി നോൺ ആസ് ലാൻഡ് ഓഫ് 5 rivers. ആ ഒരു 5 റിവേഴ്സിനെ കുറിച്ചും അതിന്റെ 5 മേജർ ഡോബ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡോബ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതെന്ന് പറയുമ്പോൾ 2 നദികൾ കൂടിച്ചേരുന്ന ഭാഗത്ത് ഒരു കരഭാഗം ഉണ്ടാവും നടുവില്. അത് ആ ഒരു കരഭാഗത്തെയാണ് നമ്മൾ ഡോബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? പഞ്ചാബ് എന്ന് അറിയപ്പെടുന്ന ലാൻഡ് ഓഫ് 5 rivers എന്നാണ് അല്ലെ. പഞ്ചാബ് 5 നദികളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ the Punjab Haryana plain is divided into 5 major dobes. Okay, അപ്പൊ ഈ ഒരു പഞ്ചാബ് ഹരിയാന സമതലം പ്രധാനപ്പെട്ട 5 ദോബുകളായിട്ട് അതിനെ എന്തായിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അല്ലെ, പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദോബുകളായി വേർതിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ദോബ് എന്ന് പറയുന്നത് എന്താന്ന് മക്കൾക്ക് അറിയോ? ദോബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാൻഡ് ലൈങ് ബിറ്റ്വീൻ 2 rivers ദാറ്റ് ജോയിൻ ടുഗെദർ ലേറ്റർ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ലാൻഡ് ഓഫ് 5 rivers. ഓക്കെ, പിന്നെ ഈ ഒരു പഞ്ചാബ് ഹരിയാന പ്ലെയിൻ 5 ദോബുകളായി വേർതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു 5 ദോബുകളെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലെ. അപ്പോ ദോബുകൾ എന്ന് പറയുമ്പോൾ പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തെയാണ് നമ്മൾ ദോബുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ പ്രധാന ദോബുകൾ ഏതൊക്കെയാ നോക്കിയാലോ? ഓക്കെ, പ്രധാന ദോബുകൾ, മേജർ ഡോബ്സ്. ഫസ്റ്റ് വൺ ആണ് എന്ത് മക്കളെ? ബിസ്റ്റ് ജലന്ധർ ദോബ്. അത് ഏത് നദികൾ കൂടിച്ചേരുമ്പോഴാണ്? ആ ഒരു കൂടിച്ചേരുമ്പോഴുള്ള കരഭാഗത്തെയാണ് നമ്മൾ ബിസ്റ്റ് ജലന്ധർ ദോബ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ റിവേഴ്സ് ബീസ് ആൻഡ് സത്ലജ് അല്ലെ. ബീസ് നദിയും സത്ലജ് നദിയും കൂടിച്ചേരുന്ന ആ ഒരു കരഭാഗത്തെയാണ് നമ്മൾ ബിസ്റ്റ് ജലന്ധർ ദോബ് എന്ന് വിളിക്കുന്നത് അല്ലെ. പിന്നെ സെക്കൻഡ് വൺ ഇറ്റ് ഇസ് ബാരി ദോബ്. എന്താണ് ബാരി ദോബ്? അത് ഏത് നദികൾക്കിടയിലുള്ള ദോബാണ്? ബിറ്റ്വീൻ ദ റിവേഴ്സ് ബീസ് ആൻഡ് രവി.
അപ്പൊ നമ്മൾ പറഞ്ഞു ഈ പഞ്ചാബ് ഹരിയാന സമതലത്തിന് 5 ദോബുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ദോബുകളാണ് ഏതൊക്കെ? ബിസ്റ്റ് ജലന്ധർ ദോബ് എന്ന് പറയുമ്പോൾ ഏത് നദികളെയാണ് അത് ഡിവൈഡ് ചെയ്തെന്ന്, ഏത് നദികൾക്കിടയിലുള്ള ദോബിനെയാണ് നമ്മൾ ബിസ്റ്റ് ജലന്ധർ ദോബ് എന്ന് പറയുന്നത്? അത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ റിവേഴ്സ് ബീസ് ആൻഡ് സട്ലജ്. ബീസ് സട്ലജ് നദികൾക്കിടയിലുള്ള കരഭാഗത്തെയാണ് നമ്മൾ ബിസ്റ്റ് ജലന്ധർ ദോബ് എന്ന് വിളിക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഇറ്റ് ഇസ് ബാരി ദോബ്. ബാരി ദോബ് ഏതൊക്കെ 2 റിവേഴ്സിന്റെ ഉള്ളിലുള്ള കരഭാഗത്തെയാണ് വിളിക്കുന്നത് ബാരി ദോബ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ റിവേഴ്സ് ബീസ് ആൻഡ് രവി. ഓക്കെ, നെക്സ്റ്റ് വൺ. ആൻഡ് തേർഡ് ദോബ് എന്ന് പറയുന്നത് രചന ദോബ് ആണ്. ഓക്കെ, അത് ഏത് 2 റിവേഴ്സിന്റെ ഉള്ളിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ബിറ്റ്വീൻ ദ റിവേഴ്സ് രവി ആൻഡ് ചിനാബ്. ഓക്കെ, രവി ചിനാബ് നദികൾക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ദോബിനെയാണ് നമ്മൾ രചന ദോബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ദോബ് ഇറ്റ് ഈസ് ചാഞ്ച് ദോബ്. എന്താണ് ചാഞ്ച് ദോബ്? അത് ഏത് റിവേഴ്സിന്റെ ഉള്ളിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ബിറ്റ്വീൻ ദ റിവേഴ്സ് ചിനാബ് ആൻഡ് ജീലം. ചിനാബ് ജീലം നദികൾക്കിടയിലുള്ള ദോബിനെയാണ് നമ്മൾ ചാഞ്ച് ദോബ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ദോബ് സിന്ധ് സാഗർ ദോബ്. സിന്ധ് സാഗർ ദോബ് എന്ന് പറയുന്നത് ഏതൊക്കെ നദികൾക്കിടയിലുള്ളതാണ്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ റിവേഴ്സ് ഇൻഡസ്, ജീലം ആൻഡ് ചിനാബ്. ഓക്കെ, അപ്പൊ നമ്മൾ ദോബുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ തേർഡ് ദോബ് ആയിട്ടുള്ള രചന ദോബ് എക്സിസ്റ്റ് ചെയ്യുന്ന റിവേഴ്സ് ബിറ്റ്വീൻ ദ ഏതൊക്കെ റിവേഴ്സ് ആണെന്ന് മക്കൾ പറഞ്ഞേ? ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ റിവേഴ്സ് രവി ആൻഡ് ചിനാബ്. പിന്നെ നെക്സ്റ്റ് വൺ ചാഞ്ച് ദോബ് എക്സിസ്റ്റ് ചെയ്യുന്നത് ബിറ്റ്വീൻ വിച്ച് റിവേഴ്സ്? ചാഞ്ച് ദോബ് ബിറ്റ്വീൻ ചിനാബ് ആൻഡ് ജീലം. ആൻഡ് ലാസ്റ്റ് ദോബ് സിന്ധ് സാഗർ ദോബ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊക്കെ 3 റിവേഴ്സ് ആണ്? ഇറ്റ് ഈസ് ഇൻഡസ്, ജീലം, ചിനാബ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഈ ഒരു ദോബിനെ നമ്മൾ കൂടെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാപ്പാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സിന്ധ് സാഗർ ദോബ്. ജീലം, ചിനാബ്, രവി, ബീസ് ഒക്കെ ഇതിന് സപ്പോർട്ട്. ജീലം ഇതില് ചാഞ്ച് ദോബ്, രചന ദോബ്, ബാരി ദോബ്, ബിസ്റ്റ് ദോബ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള റിവേഴ്സ് അല്ലെ? ജീലം, ചിനാബ്, രവി, ബീസ്, സട്ലജ്, ഇൻഡസ് അതൊക്കെ കാണിക്കുന്ന ദോബുകളും അതിന് ബിറ്റ്വീൻ ഉള്ള റിവേഴ്സും ഒക്കെയാണ് ഈ ഒരു മാപ്പില് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത സമതലം. ഓക്കെ, അപ്പൊ നമ്മൾ രാജസ്ഥാൻ സമതലത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പഞ്ചാബ് ഹരിയാന പ്ലെയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സമതലം എന്ന് പറയുന്നത് ഏതാണ്? ഗംഗാ സമതലത്തെ കുറിച്ചാണ് അല്ലെ? ഓക്കെ, എന്താണ് ഗംഗാ പ്ലെയിൻ, ഗംഗാ സമതലം എന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോ നമ്മള് പഞ്ചാബ് ഹരിയാന പ്ലെയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗംഗാ പ്ലെയിൻ ആണ്. അപ്പൊ ഗംഗാ പ്ലെയിന്റെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു മാപ്പാണ്. ഓക്കെ, ഗംഗാ പ്ലെയിൻ ഏതൊക്കെയാണ് റീജിയൻസ് ആയിട്ടാണ് നല്ല രീതിയിൽ നിൽക്കുന്നത്? നമ്മൾ പഞ്ചാബ് ഹരിയാന പ്ലെയിന്റെ പറഞ്ഞതാണ് അല്ലെ? പിന്നെ ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ബംഗ്ലാദേശ്, അതിന്റെ ബോർഡേഴ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മാപ്പിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇൻഡോ ഗംഗറ്റിക് പ്ലെയിനിന്റെ ഒരു മാപ്പാണ്. ഓക്കെ, ഇനി എന്താണ് ഗംഗാ പ്ലെയിൻ? The division of the plain situated to the east of Punjab Haryana plain. ഈ ഗംഗാ സമതലം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന സമതലത്തെയാണ് നമ്മൾ എന്ത് സമതലം എന്ന് വിളിക്കുന്നത് മക്കളെ? ഗംഗാ സമതലം എന്നുള്ള പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അല്ലെ? പിന്നെ the Ganga plain stretches from Bangladesh in the east to the Yamuna river in the west. ഓക്കെ, അപ്പോ ഈ ഒരു ഗംഗാ സമതലം ഏതൊക്കെ സ്ഥലത്താണ് ഇതിന്റെ ഒരു ലിങ്ക് ഉള്ളത്? ഗംഗാ സമതലം കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെയുള്ള ആ ഒരു എക്സ്പാൻസീവ് പ്ലെയിനെയാണ് നമ്മൾ ഗംഗാ സമതലം എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പൊ ഗംഗാ സമതലം എവിടെയാണ് നിലനിൽക്കുന്നത് ചോദിച്ചാൽ എന്താ പറയാ? The division of plain is situated at the east of പഞ്ചാബ് ഹരിയാന പ്ലെയിൻ അല്ലെ? പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന സമതലം ഏതാന്ന് ചോദിച്ചാ മക്കൾ ഏതാന്നാ പറയാ? ഗംഗാ സമതലം എന്നാണ് അല്ലെ പറയേണ്ടത്. പിന്നെ ഇത് ഏതൊക്കെ സ്റ്റേറ്റ് ആയിട്ട് അതുപോലെ തന്നെ റിവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ സമതലം എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടത്? ഇറ്റ് stretches from Bangladesh in the east
ടു യമുന റിവർ ഇൻ ദ വെസ്റ്റ് അല്ലെ. ഇത് കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഒരു സമതലം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഏത് സമതലം? യമുന നദി അല്ലെ, യമുന നദിയുടെ സമതലം, ഗംഗാ പ്ലെയിൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ദിസ് എക്സ്പെൻസീവ് പ്ലെയിൻ കവേഴ്സ് ദി സ്റ്റേറ്റ്സ് ഓഫ്. ഈ ഒരു സമതലം എന്ന് പറയുമ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഈ ഒരു സമതലത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് എക്സ്പാൻസീവ് പ്ലെയിൻ കവേഴ്സ് ദി സ്റ്റേറ്റ്സ് ഓഫ് ഉത്തരാഖണ്ഡ് ആൻഡ് ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി ആൻഡ് parts of Jharkhand and West Bengal also includes into this Gangetic plain. Okay, അപ്പോ ഈ ഒരു സമതലം ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഈ സമതലം ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ മക്കൾ എന്തൊക്കെയാ പറയേണ്ടത്? ഏതൊക്കെ സ്റ്റേറ്റ്സ് പറയണം? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളെയും ഇത് ഉൾക്കൊള്ളിക്കുന്നു. ഏത് സമതലം? ഗംഗാ സമതലം എന്ന് മക്കള് പറയണം. ഓക്കെ, പിന്നെ പറയേണ്ടത് എന്താണ്? ഈ ഒരു ഗംഗാ സമതലം രൂപീകരിക്കപ്പെട്ട ഏത് പ്രധാന നദിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത് നിക്ഷേപണ പ്രക്രിയയിലൊക്കെ ഈ ഒരു സമതലം രൂപീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട്? നോക്കിയാലോ. ഓക്കെ, this expansive plain was formed through the depositional process by river Ganga and its tributaries. അല്ലേ, അപ്പോ ഗംഗാ സമതലത്തെ കുറിച്ച് പറയുമ്പോൾ ഗംഗാ നദി ആയിരിക്കുമല്ലോ നിക്ഷേപണ പ്രക്രിയയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആള്. ഗംഗാ നദിയും അതിന്റെ പോഷക നദികളുമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ദ ആവറേജ് എലിവേഷൻ ഓഫ് ഗംഗാ പ്ലെയിൻ, ഇതിന്റെ വിസ്തൃതി എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 200 meters above mean sea level അല്ലെ. എന്താണ്? ഗംഗാ നദിയെയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിൽ രൂപം കൊണ്ടിട്ടുള്ള അതിവിശാലമായ സമതലമാണ് ഗംഗാ സമതലം അല്ലെ. ഓക്കെ, പിന്നെ സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി എത്ര ഉയരമാണ് ഗംഗാ സമതലത്തിന് ഉള്ളത്? 200 മീറ്ററിന് മുകളിലാണ് അല്ലെ. അതുപോലെ തന്നെ പൊതുവെ അതിന്റെ ചരിവ്, ഗംഗാ സമതലത്തിന്റെ ചരിവ് ഏത് സൈഡിലേക്കാണ്? കിഴക്കോട്ടും തെക്കു കിഴക്കോട്ടുമാണ് എന്നും മക്കള് മനസ്സിലാക്കുക. അപ്പോ ടീച്ചർ ചോദിക്കുകയാണ്, ഈ ഒരു സമതലത്തിന് ഏതൊക്കെ നദികളാണ് നിക്ഷേപണ പ്രക്രിയയിലൂടെ ഈ ഒരു സമതലത്തെ രൂപീകരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മക്കളെ എന്താണ് ആൻസർ പറയേണ്ടത്? ഇറ്റ് ഈസ് റിവർ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ദാറ്റ് ഹെൽപ്ഡ് ഫോർ ദ ഡെപ്പോസിഷണൽ പ്രോസസ് ഓഫ് ഗംഗറ്റിക് പ്ലെയിൻ. ഓക്കെ, പിന്നെ ഇതിന്റെ വിസ്തൃതി എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഇപ്പൊ കടൽ മാർഗം നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് 200 മീറ്റർ മുകളിലും ഇതിന്റെ ചരിവ് കിഴക്കോട്ടും തെക്കു കിഴക്കോട്ടും നിലനിൽക്കുന്ന സമതലത്തെയാണ് ഗംഗറ്റിക് പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നും മക്കളെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ ഈ ഒരു ഗംഗറ്റിക് പ്ലെയിനിനെ, ഗംഗാ സമതലത്തെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഏതൊക്കെയാണ് 3 ഡിവിഷൻ എന്ന് നോക്കിയാലോ. ഇറ്റ് ഈസ് കീഴ് ഗംഗാ സമതലം, ലോവർ ഗംഗാ പ്ലെയിൻ. ഓക്കെ, മധ്യ ഗംഗാ സമതലം എന്ന് പറയുന്നത് മിഡിൽ ഗംഗാ പ്ലെയിൻ ആണ്. ആൻഡ് ഉപരി ഗംഗാ സമതലം അപ്പർ ഗംഗാ പ്ലെയിൻ ആണ് അല്ലെ. അപ്പോ ഈ ഒരു സൈഡാണ് എന്തുള്ളത്? നമ്മുടെ അപ്പർ ഗംഗാ പ്ലെയിൻ, ഉപരി ഗംഗാ സമതലം എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു റീജിയനിലാണ്. പിന്നെ മിഡിൽ ഗംഗാ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്, മിഡിൽ ഗംഗാ പ്ലെയിൻ. ഓക്കെ, ലോവർ ഗംഗാ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ഒരു സൈഡും ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിവിഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാപ്പ് റെപ്രസെന്റേഷൻ. അപ്പോ ഏതൊക്കെയാണ് ഈ ഒരു ഗംഗാ സമതലത്തിന്റെ ഉപവിഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഡിവിഷൻ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ മക്കൾ എന്തൊക്കെ പറയണം? അപ്പർ ഗംഗാ പ്ലെയിൻ, ഉപരി ഗംഗാ സമതലം, സെക്കൻഡ് വൺ മധ്യ ഗംഗാ സമതലം, മിഡിൽ ഗംഗാ പ്ലെയിൻ, ആൻഡ് തേർഡ് വൺ ലോവർ ഗംഗാ പ്ലെയിൻ, ഇറ്റ് ഇസ് കീഴ് ഗംഗാ സമതലം. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കൾക്ക്? Okay, and last plain that we are going to discuss, it is Brahmaputra plain. എന്താണ് ബ്രഹ്മപുത്ര സമതലം എന്ന് നമുക്ക് നോക്കിയാലോ. Okay, the Brahmaputra plain known by various names. അപ്പോൾ ബ്രഹ്മപുത്ര പ്ലെയിൻ മറ്റുള്ള പ്ലെയിനെ പോലെ ഒന്നല്ല കേട്ടോ. നമ്മുടെ ബ്രഹ്മപുത്ര പ്ലെയിൻ വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ അതിൽ പല വ്യത്യസ്ത പ്രസിദ്ധ പേരുകളുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബ്രഹ്മപുത്ര സമതലത്തിന്. അപ്പൊ ഏതൊക്കെയാണ് ആ പേരുകൾ എന്ന് നോക്കിയാലോ. ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ ബ്രഹ്മപുത്ര വാലി,
and second name it is Assam Valley, and third one it is Assam Plain. Okay, it constitutes the eastern most part of North Indian plain. Okay, നമ്മുടെ ഉത്തരേന്ത്യൻ മേഖലയുടെ ഏത് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക് ഭാഗത്താണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗമായിട്ടുള്ള ബ്രഹ്മപുത്ര സമതലം ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര തായ്വര, ആസാം തായ്വര, ആസാം സമതലം എന്നുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏത് ഭാഗത്താണ് ബ്രഹ്മപുത്ര സമതലം സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മക്കൾ എന്താ പറയേണ്ടത്? അത് കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയണം. അതുപോലെ തന്നെ ഈ ഒരു ബ്രഹ്മപുത്ര സമതലത്തിന്റെ മറ്റു ചില പേരുകൾ ഏതൊക്കെയാന്ന് ചോദിക്കുമ്പോ ഏതൊക്കെ പേരുകളാണ് മക്കള് പറയാ? ഇറ്റ് ഈസ് ദ നെയിംസ് ലൈക്ക് ബ്രഹ്മപുത്ര തായ്വര, ആസാം തായ്വര, ആസാം സമതലം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഏതൊക്കെ സംസ്ഥാനങ്ങളായിട്ടാണ് ഇതിനൊരു ലിങ്ക് ഉള്ളത് നോക്കിയാലോ? ഈ ഒരു ബ്രഹ്മപുത്ര പ്ലെയിന് it is stretching from easternmost edge of Assam to the west of Dhubri near the border of Bangladesh. Okay, ആസാമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലത്തെയാണ് നമ്മൾ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ കിഴക്ക് ഭാഗം മുതൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലത്തിലെ ദുബ്രിയുടെ, ബംഗ്ലാദേശ് എന്ന് പറയുന്ന അവിടെയുള്ള ഒരു റീജിയൻ ആണ് ദുബ്രി എന്ന് പറയുന്നത്. ആ ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലമാണ് ബ്രഹ്മപുത്ര സമതലം എന്ന് മക്കൾ മനസ്സിലാക്കണം. പിന്നെയോ, and it has approximately 720 kilometer in length and width എന്ന് പറയുമ്പോ it ranging, ഇതിന്റെ width എന്ന് പറയുമ്പോ എത്രയാണ്? 60 to 70 കിലോമീറ്റർ ആണ് അല്ലെ. ഈ ഒരു സമതലത്തിന് ഏകദേശം എത്ര കിലോമീറ്റർ നീളമാണുള്ളത്? ബ്രഹ്മപുത്ര സമതലത്തിന് 720 കിലോമീറ്റർ നീളം ഉണ്ട് കേട്ടോ ഈ ഒരു സമതലത്തിന്. പിന്നെ എത്ര വീതി ഉണ്ട് എന്ന് ചോദിക്കുമ്പോ ശരാശരി 60 മുതൽ 70 മീറ്റർ വീതിയുണ്ട് ഈ ഒരു സമതലത്തിന് എന്ന് മക്കളെ മനസ്സിലാക്കണം. അപ്പോ ഈ ഒരു ബ്രഹ്മപുത്ര സമതലത്തിന്റെ വ്യാപ്തി എവിടെ മുതൽ എവിടെ വരെ ഉണ്ട്? ആസാം ടു അല്ലെ, ആസാമിലെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശിലെ ദുബ്രി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലമാണ് ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലെങ്കിൽ ബ്രഹ്മപുത്ര സമതലം എന്ന് മക്കൾ മനസ്സിലാക്കണം. പിന്നെയോ, ഇതിന്റെ വീതി എന്ന് പറയുന്നത് അല്ലെ, നീളം എന്ന് പറയുന്നത് എത്രയാണ് ഈ ഒരു സമതലത്തിന്റെ എന്ന് ചോദിക്കുമ്പോ 720 കിലോമീറ്റർ നീളവും ഉണ്ട്. പിന്നെ വീതി എത്രയാന്ന് ചോദിക്കുമ്പോ എത്രയാ പറയേണ്ടത്? 60 മുതൽ 70 വരെ മീറ്റർ വീതിയുമുണ്ട് ഈ ഒരു സമതലത്തിന് എന്ന് മക്കള് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ഈ ഒരു ബ്രഹ്മപുത്ര പ്ലെയിനിന്റെ മേജർ പോർഷൻ എന്ന് വെച്ചാൽ ഭൂരിഭാഗം ഭാഗവും നിലനിൽക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇറ്റ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആസാം. The major portion of Brahmaputra plain is located in the state of Assam, and though the Brahmaputra plain is commonly considered as eastward extension of North Indian plain. Okay, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ആസാമിന്റെ ഈസ്റ്റ് സൈഡിലാണ് ഇത് സമതലം രൂപീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ദുബ്രി റീജിയന്റെ പടിഞ്ഞാറ് ഭാഗത്തുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആസാമുമായിട്ട് ഇത്ര ബന്ധമുള്ള ബ്രഹ്മപുത്ര പ്ലെയിന് കിട്ടിയ അല്ലെ ഒരു പേരാണ് ദ ഈസ്റ്റ് വേർഡ് എക്സ്റ്റൻഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന്. ഓക്കെ, ആൻഡ് ജോഗ്രഫിക്കലി ദിസ് പ്ലെയിൻ സ്റ്റാൻഡ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് ഫ്രം റെസ്റ്റ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. മറ്റുള്ള സമതലം വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമതലമാണ് എന്ത്? ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ബ്രഹ്മപുത്ര സമതലത്തിന്റെ മേജർ പോർഷൻ ഭാഗവും ഏത് സംസ്ഥാനത്താണ് നിലകൊള്ളുന്നത്? ആസാം സംസ്ഥാനത്താണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മപുത്ര പ്ലെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈസ്റ്റ് സൈഡ് ഓഫ് ആസാം എന്ന് നമ്മൾ പറഞ്ഞു കഴിയുന്നതാണ്. അപ്പോ അതിന് പറയുന്ന പേര് ഈസ്റ്റ് വേർഡ് എക്സ്റ്റൻഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആണ്. ഓക്കെ, എന്താണ്?
ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ഈ ഒരു ബ്രഹ്മപുത്ര സമതലത്തെ കണക്കാക്കുന്നെങ്കിലും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമതലം എല്ലാ പ്ലെയിൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തയായിട്ട് നിലനിൽക്കുന്ന ഒരു സമതലമാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ദ ഈസ്റ്റേൺ ഹിമാലയ ഇൻ ദ നോർത്ത് ആൻഡ് ദ പാറ്റ്കൈ നാഗ ഹിൽസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് ഗാരോ ഖാസി ജേൻഡിയ ഹിൽസ് ആൻഡ് മൈക്കിർ ഹിൽസ് ഇൻ ദ സൗത്ത് serves as its natural boundary. ഓക്കെ, ഈ ഒരു ബ്രഹ്മപുത്ര സമതലത്തിന്റെ ബൗണ്ടറി, അതിർത്തി പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കുന്നിൻ ചെരിവുകളാണ് ഇതിന്റെ സമതലത്തിന്റെ അതിർത്തി പ്രദേശങ്ങളായിട്ട് വരുന്നത്? ഇറ്റ് ഈസ് ഹിമാലയവും കിഴക്ക് പത്കൈ നാഗ കുന്നുകളും അല്ലെ. ഹിമാലയവും കിഴക്ക് പത്കൈ നാഗ കുന്നുകളെ പേരാണ് കേട്ടോ പത്കൈ നാഗ കുന്നുകൾ. അതുപോലെ തന്നെ തെക്ക് അല്ലെ പത്കൈ നാഗ കുന്നുകളും അതുപോലെ തന്നെ തെക്ക് സൈഡിലെ ഗാരോ ഖാസി ജേൻഡിയ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ചു നിർത്തുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു ദിസ് പ്ലെയിൻ ബിക്കം separating this river, separating this plain from northern plain. ഉത്തരേന്ത്യൻ മേഖലയിൽ നിന്ന് അല്ലെ അതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നു. മറ്റ് പ്ലെയിൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള സമതലമാണ് ബ്രഹ്മപുത്ര പ്ലെയിൻ. അതുകൊണ്ട് തന്നെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ദ ലോവർ ഗംഗ പ്ലെയിൻ ലൈസ് ടു വെസ്റ്റ് ഓഫ് ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു കീഴ് ഗംഗാ സമതലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കീഴ് ഗംഗാ സമതലം എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് മക്കള് മനസ്സിലാക്കണം. ഏതൊക്കെ ഹിൽസ് ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് മറ്റുള്ള പ്ലെയിൻസിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്? ഇറ്റ് ഈസ് ഹിമാലയവും അല്ലെ കിഴക്ക് പത്കൈ നാഗ കുന്നുകൾ, തെക്ക് ഗാരോ ഖാസി ജേൻഡിയ കുന്നുകൾ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സമതല ഭാഗത്തെ നമ്മൾ വേർതിരിച്ച് മറ്റുള്ള സമതലങ്ങളിൽ നിന്ന് വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയുന്നത് എന്ന് മക്കള് മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഇതിന്റെ ഈ ഒരു സമതലത്തിന്റെ ബ്രഹ്മപുത്ര പ്ലെയിനിന്റെ വ്യാപ്തി എത്രയാ നോക്കിയാലോ? ഇറ്റ് ഈസ് the Brahmaputra plain spanning around an area of approximately എത്രയാണ് ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്? 56,275 സ്ക്വയർ കിലോമീറ്റർ അല്ലെ. ഏകദേശം 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം അല്ലെ is formed through depositional process carried out by Brahmaputra river and its tributaries. Okay, അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ പ്ലെയിനും നമ്മൾ വെച്ച് നോക്കുമ്പോൾ രാജസ്ഥാൻ പ്ലെയിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു? ലൂനി റിവർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പഞ്ചാബ് ഹരിയാന നമ്മൾ പറഞ്ഞപ്പോൾ യമുന റിവർ ഉണ്ടായിരുന്നു. ഗംഗാ പ്ലെയിൻസ് പറഞ്ഞപ്പോൾ ഗംഗാ റിവറും അതിന്റെ ട്രിബ്യൂട്ടറീസും ഉണ്ടായിരുന്നു. അപ്പൊ ബ്രഹ്മപുത്ര പ്ലെയിനെ ആരേക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? ഏത് നദിയുടെ നിക്ഷേപണ പ്രക്രിയ മൂലമാണ് നമ്മുടെ ബ്രഹ്മപുത്ര പ്ലെയിൻ സമതലം ഫോം ചെയ്തെന്ന് ചോദിക്കുമ്പോൾ മക്കൾ എന്ത് പറയാം? It is the Brahmaputra river and its tributaries helped for the depositional process of this plain എന്ന് മക്കൾക്ക് പറയാം അല്ലെ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ എന്ന് ചോദിക്കുമ്പോൾ മക്കളെ ഏതൊക്കെ പറയാം? ഇറ്റ് ഈസ് ടിയാസ്റ്റ, മാനസ്, ലോഹിത് and Dibang are some of the major tributaries of Brahmaputra river അല്ലെ. ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഈ സമതലം അതിന്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് രൂപപ്പെട്ടത്. ഏതൊക്കെയാണ് പോഷക നദികൾ എന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെയാണ് മക്കള് പറയേണ്ടത്? പറഞ്ഞേ. ഇറ്റ് ഈസ് ടിയാസ്റ്റ, മാനസ്, ലോഹിത് ആൻഡ് ദിബാങ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രഹ്മപുത്ര സമതലത്തിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത് അല്ലെ. ഈ സമതലം ഏക്കൽ വിശറികളാൽ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രഹ്മപുത്ര സമതലം എന്തുകൊണ്ട് സമ്പന്നമാണെന്നാ പറയുന്നത്? ഏക്കൽ വിശറികളാൽ, അലൂവിയൽ ഫാൻസ് കൊണ്ട് ഇത് പ്രൊമിനന്റ് ആണ് ഈ ഒരു സമതലം എന്നാണ് മക്കള് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഏക്കൽ വിശറികൾ അലൂവിയൽ ഫാൻസ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, നോക്കാം.
When river enter a plain from mountainous region, their velocity decreases abruptly. അല്ലേ? ഇപ്പോൾ നദികള് വലിയ വലിയ പാറക്കല്ലുകളിൽ നിന്ന്, പർവ്വത നിരകളിൽ നിന്ന് ഒഴുകി വരുമ്പോ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നിട്ട് അതിന്റെ സ്പീഡ് കുറയാനുള്ള സാധ്യത വരികയാണെങ്കിൽ the sediments alluvium carried by rivers gets deposited in the form of fans. എന്തെങ്കിലും ബ്ലോക്ക് വന്നിട്ട് ആ ഒരു റിവറിന്റെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആ ഒരു ഇതിൽ റിവേഴ്സിൽ അടങ്ങുന്ന ആ സെഡിമെന്റ്സ് താഴ്ന്ന പ്രദേശങ്ങളിൽ ഫോം ചെയ്യുന്നതിന് ഇതിനെയാണ് നമ്മൾ എക്കൽ വിഷറികൾ എന്ന് പറയുന്നത്. ഓക്കെ, സച്ച് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ഫീച്ചേഴ്സിനെയാണ് നമ്മൾ അലൂവിയൽ ഫാൻസ്. ഈ ഒരു പർവ്വത നിരകളിൽ നിന്ന് ഒഴുകി വരുന്ന നദിയില് ഈ പാറക്കഷ്ണങ്ങളും നമ്മൾ പറഞ്ഞ തവിടുപൊടിയായിട്ട് അത് എന്താണ് ആ ഒരു ഒഴുക്കിനെ അത് നല്ല രീതിയിൽ ബാധിച്ച് അതിന്റെ ഒഴുക്കിന്റെ സ്പീഡിനെ, വേഗതയെ അത് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് എന്ത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അലൂവിയൽ ഫാൻസ്, അലൂവിയൽ വിഷറികൾ ഫോം ചെയ്യുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. അല്ലെ, നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയാണ്. അതുപോലെ തന്നെ അവ വായിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ ഉണ്ടല്ലോ അലൂവിയൽ, അത് വിഷറിയുടെ രൂപത്തിൽ, എക്കൽ വിഷറിയുടെ രൂപത്തിൽ മാറുകയും അത് ദുരൂപങ്ങളായിട്ട് രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ദുരൂപങ്ങളായിട്ടുള്ള എക്കൽ വിഷറികളായിട്ട് ഈ സമതലത്തിൽ രൂപീകരിക്കപ്പെടുന്നു. അത് രൂപീകരിക്കപ്പെടാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ബ്രഹ്മപുത്ര റിവറും അതിന്റെ പോഷക നദികളായിട്ടുള്ള ടിയാസ്റ്റ, ലോഹിത്, മാനസ്, ദിബാങ് എന്ന് മക്കൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോ എങ്ങനെയാണ് അലൂവിയൽ ഫാൻസ് ഫോം ചെയ്യുന്നത്? ഈ പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്ന റിവർ അല്ലെ, പെട്ടെന്ന് ഇതിലെന്തോ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുകയാണ്, ഈ ഒരു ഒഴുക്കിന്റെ സ്പീഡ് കുറയാണ്. അങ്ങനെ അതില് ഒഴുക്കിന്റെ സ്പീഡ് കുറയാൻ കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു നദി ഒഴുകി വരുമ്പോൾ അതിൽ എക്കലിന്റെ സാന്നിധ്യം ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു എക്കൽ സാന്നിധ്യം വരുമ്പോൾ അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തുകയും സമതലത്തിൽ എത്തുകയും അലൂവിയൽ അലൂവിയൽ ഫാൻസ് ആയിട്ട് എക്കൽ വിഷറികളായിട്ട് മാറി എവിടെ രൂപീകരിക്കപ്പെട്ടു? നമ്മുടെ ബ്രഹ്മപുത്ര സമതലത്തിൽ രൂപീകരിക്കപ്പെട്ടതിന്റെ ഒരു പിക്ചറൈസേഷൻ ആണ് കേട്ടോ ഇതിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദാറ്റ് ഈസ് ഓക്സ്ബോ ലേക്സ്. എന്താണ് ഓക്സ്ബോ ലേക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്സ്ബോ തടാകങ്ങൾ നോക്കിയാലോ. As the river's velocity decreases, അങ്ങനെ പർവ്വത നിരകളിൽ നിന്ന് നദികൾ ഒഴുകി വരുമ്പോൾ അതിന്റെ സ്പീഡ് കുറയുകയും അല്ലെ, and it starts flowing, creating curves in the river course or a sinuous manner. അതിങ്ങനെ വളഞ്ഞ് പിണഞ്ഞ് ഒഴുകാൻ തുടങ്ങുകയും this eventually leads to the formation of Oxbow Lake. അങ്ങനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, എങ്ങനെയാണ്? സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ ചാലുകളായി പിരിയാണ്. പിന്നെ ഒഴുക്ക് കുറയുമ്പോൾ അത് വളഞ്ഞു പുളഞ്ഞു ഒഴുകുമ്പോ എന്ത് തടാകങ്ങളായിട്ടാ മാറുന്നത്? ഓക്സ്ബോ തടാകങ്ങളായിട്ട് മാറുന്നു എന്ന് മക്കള് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മിയാൻഡേഴ്സ് ആൻഡ് ഓക്സ്ബോ ലേക്സ്. എന്താണ് മിയാൻഡറുകള്, ഓക്സ്ബോ ലേക്ക് എന്ന് നോക്കിയാലോ. ഓക്കെ, a river flowing through comparatively gentle slopes, വലിയ വലിയ കുന്നുകളിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ. ഓക്കെ, it deviates when alluvial deposit within the river course create obstructions to the flow. അങ്ങനെ അത് ഒഴുകി വരുമ്പോ പെട്ടെന്ന് alluvial deposit ആ ഒരു ഒഴുക്കിനെ ബ്ലോക്ക് ചെയ്യാണ്. അപ്പോ this deviation, അങ്ങനെ അത് പല തരത്തിൽ അത് എങ്ങനെ ഒഴുകും? പല രീതിയിലും വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയാണ് അല്ലെ. ദിസ് ഡീവിയേഷൻ ലെഡ് ടു ഫോർമേഷൻ ഓഫ് sinuous curves along the river course. അതെന്താണ്? അങ്ങനെ വളഞ്ഞു പിണഞ്ഞു ഒഴുകുന്ന ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? മിയാൻഡേഴ്സ് അല്ലെ. നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും നദി ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു ഒഴുകി വലയങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആ ഒരു വലയങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത് മക്കളെ? മിയാൻഡറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓവർ എ പീരീഡ് ഓഫ് ടൈം, അങ്ങനെ കാലക്രമേണ അല്ലെ, കണ്ടിന്യൂസ് ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ കോസ് മിയാൻഡേഴ്സ് ടു കർവ് ഫർദർ.
അങ്ങനെ ഓരോ കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഓരോ പല ചേഞ്ചസ് വരും. അങ്ങനെ കുറെ കേർവ്സ് ഇങ്ങനെ കൂടി കൂടി വരും അല്ലെ. വളഞ്ഞു പുളഞ്ഞു പോകുന്നതിന്റെ കുറെ വളവും തിരിവൊക്കെ കൂടി വരും അല്ലെ. Subsequently, when the river takes a straighter course, such curved section get detached from main river, forming isolated water bodies. അങ്ങനെ എന്താണ്, തുടർച്ചയായിട്ടുള്ള ഇങ്ങനെയുള്ള നിക്ഷേപണ പ്രക്രിയ മൂലം അല്ലെ ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിച്ച് പിന്നെ നേരെ ഒഴുകാൻ തുടങ്ങും അല്ലെ. ഇങ്ങനെ മൂലം വളഞ്ഞൊഴുകിയ നദി പ്രധാന ഭാഗത്ത് നിന്ന് വേർപെട്ടിട്ട് ഒറ്റപ്പെട്ട തടാകമായി മാറാറുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട തടാകമായി മാറുന്നതിനെ ആണ് എന്ത് തടാകം എന്ന് വിളിക്കുന്നത്? ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. കുറെ ഇങ്ങനെ നദികൾ വളഞ്ഞു പിളഞ്ഞ് ഒഴുകാൻ തുടങ്ങുകയും പിന്നെ അത് നേർഗതിയിലേക്ക് ഒഴുകി ചെറിയ ചെറിയ ഒറ്റപ്പെട്ട തടാകങ്ങളായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഫോം ചെയ്യുന്നത് കാണാം. അതിനെയാണ് നമ്മൾ ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? റിവർ മിയാൻഡറിങ്. നമ്മുടെ ടെക്സ്റ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ റിവർ മിയാൻഡറിങ്ങിനെ കുറിച്ച്. നദി മിയാൻഡറിങ് അല്ലെ, ഇങ്ങനെ എസ് ഷേപ്പിൽ ഒഴുകുന്ന ആ ഒരു റിവറിന്റെ മൂവ്മെന്റിനെയാണ് റിവർ മിയാൻഡറിങ് എന്ന് പറയുന്നത്. നദികൾ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നതിന്റെ അല്ലെ, ഇങ്ങനെ നദികൾ ഇങ്ങനെ വളഞ്ഞു പിണഞ്ഞു ഒഴുകുന്നതിനെ നമ്മൾ മിയാൻഡറിങ് അല്ലെങ്കിൽ വലയങ്ങൾ എന്നാണ് പറയുക അല്ലെ. ദ റിവർ ദസ് ഫ്ലോയിങ് ഇൻ എ സീനുവസ് മാനർ. സീനുവസ് മാനർ എന്ന് പറയുമ്പോൾ വളഞ്ഞു പിണഞ്ഞു ഒഴുകുന്നതിനെ നമ്മൾ പറയുന്ന പേരെന്താ മക്കളെ? റിവർ മിയാൻഡറിങ് എന്നാണ് അല്ലെ. ഓക്കെ, ഇനി ഓക്സ്ബോ ലേക്ക് എങ്ങനെയാണ് ഒഴുകുന്നത്, എങ്ങനെയാണ് അതിന്റെ പെട്ടെന്ന് ഇറോഷൻ സംഭവിക്കുക, എങ്ങനെയാണ് അതിന്റെ ഡെപ്പോസിഷൻ അത് ബാധിക്കുന്നതിന്റെ ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിയാലോ, ഫസ്റ്റ് ഇതില് ഇപ്പൊ വലിയ വലിയ മലനിരകളിൽ നിന്ന് ഒഴുകി വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. പെട്ടെന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുകയാണ്. കണ്ടില്ലേ, അലൂവിയൽ ഡെപ്പോസിറ്റ് അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുമ്പോൾ എന്താവും, നല്ല രീതിയിൽ ഒഴുകാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകാതെ ഇതിങ്ങനെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും അല്ലെ. ഇവിടെ കണ്ടില്ലേ, ഇത് പല വഴിക്ക് ഇങ്ങനെ വളഞ്ഞു പിളഞ്ഞ് ഒഴുകാൻ തുടങ്ങും. പല രീതിയിൽ ഒഴുകി അല്ലെ എന്ത് ചെയ്യും, പിന്നെ ലാസ്റ്റ് അത് ഓക്സ്ബോ ലേക്സ് ആയിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുകയും ചിലത് എന്തായിട്ട് മാറും, മിയാൻഡേഴ്സ് ആയിട്ട് രൂപീകരിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് ഈ ഒരു സ്ട്രക്ചറിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ കുറെ ഇങ്ങനെയുള്ള പ്ലെയിൻസ് ഇങ്ങനെ വളഞ്ഞു പിണഞ്ഞ് പല രീതിയിലും നല്ല മഴ പെയ്യുമ്പോൾ, കനത്ത മഴ പെയ്യുമ്പോൾ മക്കൾക്ക് കാണാം പ്രളയ സമാനമായിട്ടുള്ള പ്രളയ സമതലങ്ങൾ രൂപീകരിക്കപ്പെടും അല്ലെ. അത് പല രീതിയിൽ നദിയൊക്കെ കര കവിഞ്ഞൊഴുകുമ്പോൾ സംഭവിക്കുന്നതാണ് അല്ലെ പ്രളയ സമതലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രളയ സമതലങ്ങൾ എന്ന് നോക്കിയാലോ. ഓക്കെ, during floods the alluvium brought by rivers gets deposited on the banks of a river and the plains are formed. ഇങ്ങനെയുള്ള പ്ലെയിനിനെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. എന്താണ്, പ്രളയ സമയത്ത് നദികൾ കര കവിഞ്ഞ് ഒഴുകുമ്പോൾ അവ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ ഇരുകരകളിലും നിക്ഷേപിക്കപ്പെടുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ എക്കൽ നിക്ഷേപിക്കപ്പെടുമ്പോഴാണ് സമതലങ്ങളായിട്ട് അവിടെ രൂപം കൊള്ളുന്നത്. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളായതിനാൽ ഇവയെ നമ്മൾ പ്രളയ സമതലങ്ങൾ അല്ലെ. എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളെ നമ്മൾ പ്രളയ സമതലങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ ദിസ് ഏരിയാസ് ആർ ഐഡിയൽ ഫോർ അഗ്രികൾച്ചർ. ഇങ്ങനെയുള്ള പ്രളയ സമതലങ്ങൾ എന്തിനു ഉപയോഗപ്രദമാണ് മക്കളെ? ഇങ്ങനെയുള്ള കൃഷിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നദീതട സംസ്കാരങ്ങളിലെ റിവർ വാലി സിവിലൈസേഷൻ ഒക്കെ രൂപം കൊണ്ടത് ഈ ഒരു പ്രളയ സമതലങ്ങളിലാണെന്ന് മക്കൾ മനസ്സിലാക്കണം. ഓക്കെ, ഇറ്റ് ഈസ് എന്താണ്, പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്ന കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള ഇത്തരം പ്രളയ സമതലങ്ങൾ ലോക പ്രശസ്തമായ നദീതട സംസ്കാരങ്ങളും രൂപം കൊണ്ടത് ഇത്തരത്തിലുള്ള എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രളയ സമതലങ്ങളിലാണെന്ന് മക്കള് മനസ്സിലാക്കണം. ഓക്കെ, ഇത് പ്രളയ സമതലങ്ങൾ എങ്ങനെ രൂപം കൊള്ളുന്നു എന്നാണ്. നദി ചാലുതാക്കിയിട്ട് അല്ലെ പെട്ടെന്ന് എന്താണ്, നദീ തീരെ തിട്ടകൾ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഇങ്ങനെ നദി ഫ്ലോ ഔട്ട് ചെയ്യും. കര കവിഞ്ഞ് ഒഴുകുമ്പോൾ നദി ചാലുവ ഇതായിട്ട് പ്രളയ സമതലങ്ങളായിട്ട് പല രീതിയിൽ എന്ത് ചെയ്യാൻ ഇങ്ങനെ ഒഴുകും. എക്കൽ നിക്ഷേപം അടങ്ങുന്നതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങുമ്പോൾ അത് പ്രളയ സമതലങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഏതൊക്കെ ഡിവിഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് മക്കളെ? ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ രാജസ്ഥാൻ പ്ലെയിൻ അല്ലെ. രാജസ്ഥാൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ
രാജസ്ഥാൻ പ്ലെയിൻ്റെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്താണ്? ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന റിവർ എന്ന് പറയുന്ന ഏത് നദിയാണ് ഈ ഒരു സമതലം രൂപീകരിക്കാൻ വേണ്ടി സഹായിച്ചത്? ഏത് നദിയുടെ നിക്ഷേപണ പ്രക്രിയയാണ്? റിവർ ലൂനിയാണ് അല്ലെ, റിവർ ലൂനി. പിന്നെ ഇവിടെ തന്നെ രാജസ്ഥാൻ പ്ലെയിൻ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത മേജർ പോർഷൻ ഓഫ് താർ ഡെസേർട്ട്, താർ ഡെസേർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ. താർ ഡെസേർട്ട് അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡെസേർട്ട് പ്രോപ്പർ, അതുപോലെ തന്നെ സെമി ആരിഡ് ഡെസേർട്ട്, സെമി ആരിഡ് റീജിയൻ എന്നും പറയുന്നുണ്ട്. ഈ സെമി ആരിഡ് റീജിയനെയാണ് രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കുന്നത്. രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇവിടെ കുറെ സോൾട്ട് ലേക്സും ഉണ്ട് അല്ലെ. പിന്നെ കുറെ സോൾട്ട് ലേക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, സോൾട്ട് ലേക്സ്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത നെക്സ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് ഏതാ മക്കളെ? ഇറ്റ് ഈസ് പഞ്ചാബ്. സെക്കൻഡ് വൺ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ അല്ലെ, പഞ്ചാബ് ഹരിയാന. പഞ്ചാബ് ഹരിയാന പ്ലെയിനിൽ നമ്മൾ ഡിസ്കസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഏത് നദിയാണ് ഇതിന്റെ ഈ ഒരു സമതലത്തിന്റെ നിക്ഷേപണ പ്രക്രിയയിൽ സഹായിച്ചത്? റിവർ യമുന. ഓക്കെ, ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഈ സമതലം പരന്നു കിടക്കുന്നത്? ഇറ്റ് ഈസ് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് അല്ലെ, HP. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് പ്ലെയിൻ ആണ്. ഏതാണ് നെക്സ്റ്റ് പ്ലെയിൻ മക്കളെ? ഗംഗ പ്ലെയിൻ അല്ലെ. ഗംഗ പ്ലെയിൻ എന്ന് പറയുന്ന സമതലം രൂപീകരിക്കപ്പെട്ടത് ഗംഗയും അതിന്റെ പോഷക നദികളും ചേർന്നിട്ടാണ് അല്ലെ. റിവർ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്, ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ ബ്രഹ്മപുത്ര റിവറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഓക്കെ, ലാസ്റ്റ് വൺ ബ്രഹ്മപുത്ര. പ്ലെയിൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മപുത്ര, അതുപോലെ തന്നെ അതിന്റെ പോഷക നദികൾ, ബ്രഹ്മപുത്ര നദിയും അതിന്റെ പോഷക നദികളുമാണ് ബ്രഹ്മപുത്ര സമതലം രൂപീകരിക്കാൻ വേണ്ടി സഹായിച്ചത്. ഏതൊക്കെയാണ് ബ്രഹ്മപുത്ര റിവേഴ്സിന്റെ പോഷക നദികൾ? ടിയാസ്റ്റ, ലോഹിത്, ദിബാങ് അല്ലെ. ടിയാസ്റ്റ, മാനസ്, ലോഹിത് ആൻഡ് ദിബാങ്. പിന്നെ നമ്മൾ പറഞ്ഞു ഓക്സ്ബോ ലേക്ക്, റിവർ മിയാൻഡറിങ്ങിനെ കുറിച്ച് അല്ലെ, അതുപോലെ തന്നെ ഫ്ലഡ് പ്ലെയിൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. എന്തൊക്കെയാണ്? പിന്നെ നമ്മൾ ഓക്സ്ബോ ലേക്സിനെ കുറിച്ചും റിവർ മിയാൻഡറിങ്ങിനെ കുറിച്ചും ഫ്ലഡ് പ്ലെയിൻസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. നമ്മൾ ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിന് അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. പിന്നെ അതിനെ നമ്മൾ ഉത്തരേന്ത്യൻ മേഖലയിൽ പല സമതലങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതാണ് രാജസ്ഥാൻ പ്ലെയിൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നദി എന്ന് പറയുന്നത് ഈ ഒരു സമതലം രൂപീകരിക്കാൻ സഹായിച്ച് നിക്ഷേപണ പ്രക്രിയ നടത്തിയിട്ടുള്ള നദി റിവർ ലൂനിയാണ്. പിന്നെ അതിൽ താർ ഡെസേർട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഡെസേർട്ട് പ്രോപ്പർ ആൻഡ് സെമി അറിഡ് ഡെസേർട്ട്. ആ ഒരു സെമി അറിഡ് പ്ലേസിനെയാണ് നമ്മൾ രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കുന്നത്. പിന്നെ കുറെ സോൾട്ട് ലേക്സും അവിടെ അവൈലബിൾ ആണ് അല്ലെ. പിന്നെ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ നമ്മൾ പറഞ്ഞു റിവർ യമുന ആണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ഇതിലാണ് ഹിമാചൽ
പ്രദേശ് എന്നുള്ള സംസ്ഥാനങ്ങളിലാണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ നല്ല രീതിയിൽ വ്യാപിച്ചു കിടക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഗംഗാ പ്ലെയിൻ ആണ്. ഗംഗാ സമതലം രൂപീകരിക്കാൻ സഹായിച്ചത് ഗംഗാ നദിയും അതിന്റെ പോഷക നദികളുമാണ് അല്ലെ. പിന്നെ ലാസ്റ്റ് വൺ ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുമ്പോൾ ആ സമതലത്തെ രൂപീകരിക്കാൻ സഹായിച്ചത് ബ്രഹ്മപുത്ര നദിയും അതിന്റെ പോഷക നദികളായിട്ടുള്ള ടിയാസ്റ്റ, ദിബാങ് അല്ലെ, മാനസ്, ലോഹിത് എന്ന് പറയുന്നതാണ്. പിന്നെ നമ്മൾ ഓക്സ്ബോ ലേക്സിനെ കുറിച്ചും റിവർ മിയാൻഡറിങ്ങിനെ കുറിച്ചും ഫ്ലഡ് പ്ലെയിൻസ് എങ്ങനെയാണ് രൂപീകരിച്ചതിനെ കുറിച്ചും മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോട്ട് ഡൗൺ ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക്